കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട് മുനീറിന് ഇതുവരെ ഡ്രസ്സൊന്നും സെറ്റായില്ലേ. അപ്പോൾ ഇക്ക പറഞ്ഞ് അവന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനേ. അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ഓട്ടോയിൽ നമ്മുടെ ഷീജാസിലാണ് വന്നത് ആദ്യം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ ഷോപ്പിൽ പോയി അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നേരെ വീട്ടിൽ വന്നപ്പോൾ ഇക്ക ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞ് വീട്ടിലത്തേക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ട് വരാനേ. അപ്പോൾ ഞാൻ ഒരു മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ എപ്പോഴും. അപ്പോൾ ഞാനും ഉമ്മയും വാപ്പായും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോയത് സൂപ്പർ മാർക്കറ്റിലാണ്. കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മയും വാപ്പായും കൂടെ അത് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം സാധനം എടുക്കാനുണ്ടായിരുന്നു. എല്ലാം തീർന്നിരിക്കുകയായിരുന്നു, സോപ്പും എണ്ണ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ 180 രൂപയുടെ ഷോപ്പിലോട്ടാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം റേറ്റൊക്കെ തന്നെയായിരുന്നു ഇവിടെയും. എനിക്ക് അത്ര ഓഫറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ആർക്കയിൽ കയറി കമ്മലും മോതിരമൊക്കെ വാങ്ങിക്കാണെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി വീണ്ടും ചുള്ളിമാനൊരു ആവശ്യമായിട്ട് പോവുകയാണ്. ഇതാ തുമ്പിയും അമ്മൂസും ഇതാ ഷായിന ആമത്ത എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ കാട്ടുംപുറം അമ്മയുടെ ഓട്ടോയിലാണ് പോയത്. തുമ്പി എൻ്റെ മടിയിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ മരിച്ചീനയും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്കിത് വെക്കാനെന്ന് പറഞ്ഞൂടെ, ഉമ്മ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ മസാല ഫുള്ളും അതിലങ്ങ് പിടിക്കുക. പിന്നെ നമ്മൾ കുക്കറിൽ ആണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു 8-7 വിസിലെന്തോ കേൾക്കണം. അപ്പോൾ സംഭവം റെഡിയായി വരും. പിന്നെ ഉമ്മയാണ് ബാക്കിയൊക്കെ വെച്ചത്. അതിൻ്റെ മസാലയൊക്കെ വീണ്ടും ഇടണമല്ലോ. അപ്പോൾ അതൊക്കെ ഉമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ആ മരിച്ചിനെ കൊത്തി അവിക്കാമെന്ന് വിചാരിച്ച്. ഉമ്മ നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി വെക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇക്കാക്ക് ഒരുപാട് ഇഷ്ടമാണ് ഉമ്മ വയ്ക്കുന്ന ബീഫ് കറി. എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.